ഞങ്ങള് വഴി തെറ്റിയിട്ട് 3 ട്രെയിൻ കേറിയിട്ടാണ് ഇപ്പൊ ഇങ്ങട് എത്തിയത്. 3 ട്രെയിൻ കേറിയിട്ട്. ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു ഡൽഹി വ്ലോഗ് ഇട്ടിട്ട് ഞാൻ ആ വഴി പോയല്ലേ. കുറച്ച് തിരക്കും പിന്നെ ഫോണിൻ്റെ സ്റ്റോറേജിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് ഇടാൻ പറ്റാണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഡോൺ ചേട്ടൻ വളരെ കാര്യമായിട്ട് വീഡിയോ എടുത്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് ഇവർ നോക്കി ഇപ്പോൾ വെച്ചിരിക്കുന്ന വണ്ടി കേട്ടോ. വേറെ കുറച്ച് വണ്ടികളും അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കാര്യങ്ങളും നോക്കി നമുക്ക് ഓക്കെയാണ്, വണ്ടി പക്കയാന്ന് അറിഞ്ഞാൽ മാത്രമേ നമ്മൾ അവിടുന്ന് വണ്ടി ചൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ അതെ ഡോൺ ചേട്ടനും ഡോൺ ചേട്ടൻ്റെ ആൾക്കാരും നമ്മുടെ സ്വന്തം റിജോ കൂട്ടനും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇവരുടെ ഡെഡിക്കേഷൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മെനക്കെട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പറഞ്ഞാൽ ഇവിടെ ഒരു ഷോറൂം ഉണ്ട്, അതും വിട്ട് വണ്ടി സെലക്ട് ചെയ്യാനായിട്ട് പോവാണ്. നമുക്ക് ശരിക്കും ഫോണിലൂടെ സംസാരിച്ച് ഡീലിംഗ് നടത്താവുന്ന കാര്യങ്ങളെ ഉള്ളെങ്കിൽ പോലും ഒരു എന്താ പറയുക, ഒരു കസ്റ്റമറിന് ഏറ്റവും അടിപൊളിയായിട്ട് കൊടുക്കണം എന്നുള്ള ഒരു ഡിസിഷനിലാണ് അവരിങ്ങനെ ഒരു കാര്യങ്ങൾ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. വണ്ടി ആരെങ്കിലും ഏതെങ്കിലും ഒരു കസ്റ്റമർ കൺഫേം പറഞ്ഞു, അല്ലെങ്കിൽ ഇവർക്കൊരു ഇത് എൻക്വയറി വന്നാൽ തന്നെ ഇവർ പോയി എല്ലാം പക്കയായിട്ട് അന്വേഷിച്ച് വണ്ടിയുടെ കണ്ടീഷൻ എല്ലാ കാര്യങ്ങളും, അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഒരു സർവീസ് പോലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചിട്ടേ അവർ വരുള്ളൂ കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ്, അറിവ് കേട്ടോ. അപ്പോൾ ദേ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് പോലെ കൊണ്ടുപോയി ഓടിച്ചും ഒക്കെ നോക്കുകയാണ് കേട്ടോ. കാരണം ഇതങ്ങനെ സിമ്പിളായിട്ട് നോക്കി ചെയ്തിട്ട് വരേണ്ട കാര്യമില്ല. ഇത്രയും പ്രീമിയം ആയിട്ടുള്ളൊരു വണ്ടി നമുക്ക് അങ്ങനെ ചുമ്മാ കണ്ട് ഫോട്ടോ കണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഔട്ടർ സൈഡ് കണ്ടിട്ടോ ഒന്നും നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഓരോ കാര്യങ്ങളും ടയർ ആയിക്കോട്ടെ, എഞ്ചിൻ ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നോക്കൂ കേട്ടോ. അതിപ്പോൾ നമ്മുടെ നാട്ടിലായാലും എല്ലാം അവരങ്ങനെ പക്കയായിട്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ എൻഡേവർ ആണിത്, ഫോർഡിൻ്റെ. എനിക്ക് പണ്ട് കാറിനെ കുറിച്ച് അറിയാമെങ്കിലും എനിക്കൊന്ന് കുറച്ചും കൂടെ സിൻസിയർ ആയിട്ട് ഓരോ കാര്യങ്ങളും നോക്കി തുടങ്ങിയിട്ടുണ്ടാവുക ഡോൺ ചേട്ടൻ്റെ കൂടെ ഞാൻ കൂടിയതിന് ശേഷമായിരിക്കും കേട്ടോ. കാരണം മൂപ്പര് അത്രയും ഡെഡിക്കേറ്റഡ് ആണ് വണ്ടിയുടെ കാര്യങ്ങളിൽ ഒക്കെ കേട്ടോ. ദേ അതിൻ്റെ ഇന്നർ സൈഡാണ് കേട്ടോ വണ്ടിയുടെ. ഇവര് സത്യം പറഞ്ഞാൽ അവിടുന്ന് പുറപ്പെട്ടു, തിരിച്ച് പുറപ്പെട്ടിട്ടുണ്ട്. 2-3 വണ്ടി അവർ എടുത്തിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ വരുന്ന് കഴിയുമ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. ശരിക്കും ഡോൺ ചേട്ടൻ അവിടുന്ന് ഡെയിലി ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും എനിക്കത് അങ്ങോട്ട് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്നില്ല. എല്ലാ വീഡിയോസും കൂടെ ഈ പറഞ്ഞ പോലെ ചാക്കോയ്ക്ക് ഇതിനിടയ്ക്ക് വയ്യാണ്ടായപ്പം അതും പറ്റുന്നില്ല. മോറോവർ എനിക്ക് ഈ വീഡിയോ ഒന്നിച്ചിടാൻ മാത്രമേ ഇൻഷോട്ടിൽ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം കൂടെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇട്ടുകൊണ്ടിരുന്ന വീഡിയോസ് എൻ്റെ ബിസിനസ് ഫോണിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ ഇന്നലെ രാത്രി കുത്തിയിരുന്ന് കുറേ ആവശ്യമുള്ളത് വരെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടാണ് ഇത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗത്തിലേക്ക് ഞാൻ എത്തിക്കുന്നത് കേട്ടോ. എന്നിട്ട് വേണം ഇതൊക്കെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം വേറെ കുറേ വീഡിയോസ് എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു, എവിടെ ഡോൺ ചേട്ടൻ്റെ വ്ളോഗ്, ഞങ്ങൾ ഡോൺ ചേട്ടൻ്റെ വ്ളോഗ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എന്താ അപ്ലോഡ് ആക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ പേഴ്സണലി ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞു, എൻ്റെ ഫോണിൻ്റെ പ്രശ്നം കാരണമാണ് എനിക്ക് പറ്റാത്തതെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഫോൺ വാങ്ങിച്ചിട്ട് നവംബർ ആകുമ്പം 3 ഇയേഴ്സ് ആവും. അപ്പോൾ സ്റ്റോറേജ് അത്യാവശ്യം നിറഞ്ഞ് കവിഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് അതൊരു പ്രശ്നമായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ദേ ചേട്ടൻ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിനൊക്കെ ശേഷം ഇവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്തതിന് ശേഷം കറങ്ങാൻ പോവാണ് മച്ചാനും. അപ്പോൾ ഇവരുടെ ടാക്സി എല്ലാം ഈ വണ്ടിയാണ് കേട്ടോ. അവിടെ ഇതൊന്നും പ്രശ്നമല്ലല്ലോ, ത്രിബിൾസ് ഒന്നും പ്രശ്നമല്ല. അപ്പോൾ ഇവരിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുക കേട്ടോ. അപ്പോൾ വണ്ടി കിട്ടണ വരെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, ചുമ്മാ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പോയത് കൊണ്ട് അവരിങ്ങനെ കറങ്ങി നടക്കുകയാണ് കേട്ടോ. ഈ കറങ്ങി നടന്നതിൻ്റെ ഒരു വോയിസ് ആദ്യം കേട്ടില്ലേ, വഴിതെറ്റി നടക്കുന്ന കുഞ്ഞാടുകളായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചേട്ടനെ നിങ്ങൾ ഉടനീളം ഈ ഒരു വ്ളോഗിൽ നിങ്ങൾക്ക് കാണാം. റിജോ ചേട്ടനും ഡോൺ ചേട്ടനും ഒക്കെ ഇവർ രണ്ടുപേരും നല്ല കമ്പനിയാട്ടോ. എന്താ പറയുക, ഇവർ ഡോൺ ചേട്ടൻ പറഞ്ഞില്ലേ, എത്രയോ വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് അവർ തമ്മിൽ. അതും എനിക്കിഷ്ടമാണ് ഇവർക്കിടയിലുള്ള ഫ്രണ്ട്ഷിപ്പ്. നമ്മൾ പലരുടെയും എനിക്കറിയാവുന്ന ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ വെള്ളമടിക്കുക, അല്ലെങ്കിൽ എപ്പോഴും ചില ഭാര്യമാർക്ക് അതൊരു സ്ട്രെസ്സാണ്. എപ്പോൾ നോക്കിയാലും ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുക, കറങ്ങുക, ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെ നമുക്ക് സ്ട്രെസ് ആവുമെങ്കിൽ നമുക്ക് ഇവരുടെ കാര്യത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് എല്ലാവർക്കും ഫാമിലിയാണ് ഇമ്പോർട്ടൻസ്. ഫസ്റ്റ് പ്രയോറിറ്റി ഫാമിലിയാണ്, ദെൻ ഫ്രണ്ട്ഷിപ്പ്, അതിന് കഴിഞ്ഞിട്ടുള്ള സന്തോഷങ്ങൾ അതിന് പിന്നീടേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവർ വർഷത്തിലൊരിക്കൽ ഒരു ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് നോ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഫ്രണ്ട്ഷിപ്പ് ആണെല്ലാം, ഫ്രണ്ട്ഷിപ്പ് കഴിഞ്ഞിട്ടേ എനിക്കൊരു ലൈഫുള്ളൂ, അങ്ങനെ ഇല്ലാത്ത ഒരാളാണ് കേട്ടോ. ഈ ഡോൺ ചേട്ടൻ എന്ന് മാത്രമല്ല, ഇവരെല്ലാവരും അങ്ങനെയാണ് കേട്ടോ.
അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവർക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പം റിജോ ചേട്ടനായിക്കോട്ടെ, സിജോ ചേട്ടനായിക്കോട്ടെ, ജിജോ ചേട്ടനായിക്കോട്ടെ, ജോമോനായിക്കോട്ടെ, എല്ലാവരും ഭയങ്കര ഫാമിലി പേഴ്സൺസ് ആണ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെ അത് ഡിന്നർ വളരെ കാര്യമായിട്ട് അടിക്കുന്നുണ്ടൊക്കെ. ഈ മനുഷ്യൻ്റെ ഈ ടീഷർട്ട് ഏതാന്ന് എനിക്ക് ഇങ്ങോട്ട് മനസ്സിലാവണില്ല. കാണാത്തൊരു ടീഷർട്ട്. ശരി. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഡോൺ ചേട്ടൻ ചായ അന്വേഷിച്ച് പോകുന്നതാണ് കേട്ടോ. ഡോൺ ചേട്ടൻ അത് എവിടെ പോയാലും ഞങ്ങളന്ന് ബാംഗ്ലൂരിൽ പോയപ്പോഴായാലും ഡോൺ ചേട്ടൻ തന്നെ എഴുന്നേറ്റ് ഒരു റൗണ്ട് അടിച്ചിട്ട് വരും. ചായയൊക്കെ കുടിച്ച് എന്തെങ്കിലും കടിയൊക്കെ കഴിച്ചിട്ട് വരും കേട്ടോ. അങ്ങനെയാണ് ഡോൺ ചേട്ടൻ പൊതുവെ. അതിപ്പോൾ ഞങ്ങളോട് വന്നാലും ശരി, അത് ഡാഡിയും അങ്ങനെയാണ് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഡാഡിയും മോനും അതൊരു സെയിം കാറ്റഗറിയാണ്. നമ്മളൊക്കെ വരുന്നതിന് മുമ്പേ അവരൊന്ന് എഴുന്നേറ്റ് ഒന്ന് ചുറ്റുപാടൊക്കെ നോക്കി ചായയൊക്കെ കിട്ടുകയാണെങ്കിൽ ചായയൊക്കെ കുടിച്ചിട്ട് വരും. നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ അവിടുത്തെ ഏതൊരു പാർക്കാണെന്ന് തോന്നുന്നത്, എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. ഡോൺ ചേട്ടൻ ചറ പറ വീഡിയോ അയച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് കുറേ ട്രിം ഔട്ട് ചെയ്ത് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത് കേട്ടോ. ചില്ലറ പാടല്ല. നല്ല മെനക്കേടാണ് കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ എടുക്കാത്തൊരു വ്ളോഗ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഏതാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞൊപ്പിക്കുക എന്നത് മാത്രമല്ലാണ്ട് ആൾക്കാർക്ക് ഇഷ്ടവും കൂടെ തോന്നണ്ടേ. ഞാൻ ഇതുവരെ ഡൽഹി കണ്ടിട്ടില്ല. എന്നെപ്പോലെ ഡൽഹി കാണാത്ത എത്ര പേരുണ്ടാവും എന്ന് എനിക്കറിയില്ല. എല്ലാവരും എല്ലാ സ്ഥലത്തും പോകണമെന്നില്ലല്ലോ. എനിക്ക് പണ്ട് ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഓരോ സ്ഥലങ്ങളിൽ പോകണം, ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യണം, അങ്ങനെയൊക്കെ. പക്ഷെ ആഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നും നടന്നിട്ടൊന്നുമില്ല. ബട്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പോലും ഞാൻ തന്നെ നടത്തുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് എൻ്റെ സ്വന്തം ഏർണിങ്സിൽ എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതിൽ ആസ് എ വുമൺ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അത് എത്ര പേർക്ക് അതിൻ്റെ ഒരു ഹാപ്പിനെസ് മനസ്സിലാവും എന്നൊന്നും എനിക്കറിയില്ല. ചിലർക്ക് അതൊരു പ്രൗഡ് തന്നെയാണ്. നമ്മുടെ പൈസയ്ക്ക് നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ചുറ്റുമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ചെറിയ കാര്യം തന്നെയാണല്ല, വലിയ കാര്യം തന്നെയാണ് കേട്ടോ. അത് എത്രത്തോളം എത്ര പേർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയില്ല. ബട്ട് എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. ഒരു ഫാമിലി ടേക്ക് കെയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുക എന്നൊക്കെ ഉള്ളത് ഒരു ദൈവാനുഗ്രഹം തന്നെയായിട്ട് തന്നെയാണ് ഞാനിപ്പോൾ കാണുന്നത് കേട്ടോ. ഈ വണ്ടി എന്താ ഇങ്ങനെ ആവോ. അങ്ങനെ. അപ്പൊ ഡോൺ ചേട്ടന്റെ ഉലാത്തലുകൾക്ക് ഒരു കുറവുമില്ല. ചായ അന്വേഷിച്ചിറങ്ങിയിട്ട് ചായ കിട്ടിയില്ല എന്ന് പറഞ്ഞു. അവസാനം വെള്ളം കുടിച്ചിട്ട് വരേണ്ട ഒരു അവസ്ഥ വന്നെന്ന് പറഞ്ഞു. പോയിട്ട് വഴി തെറ്റി എന്നൊന്നും തോന്നുന്നു കേട്ടോ. അത് ഈ ദിവസമാണോ വേറെ ദിവസമാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. സോറി. അപ്പോ ഇത് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒന്ന് പോയാൽ കൊള്ളാം, ഒന്ന് എക്സ്പ്ലോർ ചെയ്താൽ കൊള്ളാം എന്നൊക്കെയുണ്ട്. പക്ഷേ എല്ലാം അങ്ങനെ പ്രാക്ടിക്കൽ അല്ല. ഇപ്പൊ ഡോൺ ചേട്ടനെ കാണിക്കാൻ പറഞ്ഞതിനാന്ന് തോന്നുന്നു. തലയുടെ മുകളിൽ നിന്ന് സെൽഫി എടുക്കുന്നുണ്ട്. എന്തെങ്കിലും ആട്ടെ, ഇതെങ്കിലും എടുത്തല്ലോ എന്നുള്ളൊരു ഞെട്ടലിലാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴേ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഈ മനുഷ്യൻ ഇത്രയും, പക്ഷേ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് കേട്ടോ. എനിക്ക് വീഡിയോസ് ഇങ്ങനെ അഴിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഫോണിൻ്റെ മെമ്മറി ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു സെഗ്മെന്റ് വീഡിയോസ് മാത്രമേ ഞാൻ വാട്സാപ്പിൽ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊന്നും ഞാൻ ഡൗൺലോഡ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു അയച്ചിട്ടേക്ക്, ബട്ട് ഇത് കഴിഞ്ഞിട്ടേ ഞാനത് ചെയ്യുള്ളൂ. എനിക്കൊരു ഗ്യാപ്പ് വേണമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേകിച്ച് നമ്മളെടുക്കാത്ത വീഡിയോസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ഐഡിയ ഇല്ല. എനിക്ക് ആകെ ഇതിൽ ഡോൺ ചേട്ടനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതെന്ന് വെച്ചാൽ ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് കുറേ സ്ഥലം കാണാം. ഈ പറഞ്ഞ പോലെ വണ്ടി വേണ്ടവർക്ക് വണ്ടി എടുക്കാം. കാരണം ഒരു വണ്ടി എടുക്കുന്നത് അത്ര ചെറിയ കാര്യമല്ല. അവൻ്റെ പുറകിലുള്ള അവരുടെ കഷ്ടപ്പാടും ചെറുതല്ല എന്നതുകൊണ്ടാണ് കേട്ടോ ഞാനത് കാണിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയണം. ചുമ്മാ പോയി ഷോറൂമിലിരുന്നാൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പുറകിൽ കുറേ കഷ്ടപ്പാടുണ്ട്. ശരിക്കും ഞങ്ങൾ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന പോലെ അല്ല അത്. നമ്മൾ ആൾക്കാരെ കൺവിൻസ് ചെയ്യിപ്പിച്ച് ഒരു വണ്ടി എടുപ്പിക്കുക എന്ന് വെച്ചാൽ അത് ചെറിയ കാര്യമല്ല. ടൈമും എഫേർട്ടും അതുപോലെ വണ്ടിയുടെ കണ്ടീഷനും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. ഇപ്പം നമുക്കൊരു ഐറ്റം ആണെങ്കിൽ നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒന്ന് കളർ പോയാൽ പ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ ഒരു വണ്ടി കൊടുത്തു കഴിഞ്ഞ് എന്തെങ്കിലും ആന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊന്നും വരാതിരിക്കാനാണ് അവർ ഓരോ കാര്യങ്ങളും നോക്കിയിട്ട് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്, കാഴ്ചപ്പാടുകൾ ഓരോരുത്തർക്കും ഓരോന്നാണ്. നമുക്ക് പ്രത്യേകിച്ച് അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം എൻ്റെ കാഴ്ചപ്പാടായിരിക്കില്ല നിങ്ങൾക്കും, നിങ്ങളിലെ പലർക്കും അങ്ങനെ ആയിരിക്കും അല്ലേ. അപ്പോൾ ശരി എന്ന് തോന്നുന്നതിന്റെ പുറകെ പോവാന്നുള്ളതാണ് എൻ്റെ ശരി. അപ്പൊ ശരിയല്ല എന്ന് തോന്നുന്ന കാര്യം ഒന്നുകിൽ നമ്മൾ പറഞ്ഞു നോക്കും, അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുക. ഞാനിപ്പോൾ അങ്ങനെ ഒരു പോളിസിയിൽ ജീവിക്കുന്ന ഒരാളാണ്. പണ്ടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും ഒക്കെ ചെയ്യുമെങ്കിലും ഇപ്പം ഞാൻ ഭയങ്കര ഒരു എന്താ പറയാ, ഡൗൺ ടു എർത്ത് ആന്ന് ഞാൻ പറയും കേട്ടോ. കാരണം എൻ്റെ ക്യാരക്ടർ എനിക്കേ അറിയുള്ളൂ. അപ്പൊ ദേ ചായ കിട്ടാത്ത വിഷമത്തിൽ നല്ല തണുത്ത വെള്ളവും വേറെന്തോ ഒരു സാധനവും കഴിക്കുന്നുണ്ട് കേട്ടോ. എന്തേലും ആവട്ടെ, ഡോൺ ചേട്ടന് രാവിലത്തെ കാപ്പി അത് നിർബന്ധം. അത് ഡാഡിക്കായാലും നിർബന്ധമാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, ചോരയാണല്ലോ.
രൂപയുടെ തുട്ടെന്തിനാണാവോ ഈ മനുഷ്യൻ കാണിക്കുന്നത്? എന്താണാവോ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? എന്തേലും ആട്ടെ. അങ്ങനെ ദേ മച്ചാനും കൂടെ പോവാണ് കേട്ടോ. ഇവർക്ക് ഫുഡടിക്ക് ഒരു കുറവുമില്ലല്ലോ മാതാവേ. ഞാനിതെല്ലാം കൂടെ കൂട്ടിയിടുമ്പോഴാ ഇതൊക്കെ കാണുന്നത് കേട്ടോ. ബോർഡ് കാണുമ്പോഴേ കൊതി വരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ആശ്വസിക്കുക, വെള്ളം ഇറക്കുക തന്നെ. ദൈവമേ എനിക്ക് പറ്റണില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ വിചാരിച്ച പിള്ളേരെ കൊണ്ട് എവിടെയെങ്കിലും പോയാലോ എന്നൊക്കെ. പക്ഷെ എനിക്ക് എന്തോ എൻ്റെ മൈൻഡ് ഓക്കെ അല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് വേണ്ട എന്ന് വെച്ചു. ഹെൽത്തും ഓക്കെ അല്ല, മൈൻഡും ഓക്കെ അല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട. എന്തിനാ ആവശ്യമില്ലാത്ത വയ്യാവേലി വലിച്ചു വെക്കണ്ടല്ലോ. ഞാൻ ഓർത്ത് പിള്ളേരെ കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വരാം. അവർ സൺഡേ പോകുന്ന പോക്കും അവർക്ക് ഉണ്ടായിട്ടില്ലല്ലോ. അപ്പം ഈ പറഞ്ഞ പോലെ പാച്ചു വന്നപ്പം അപ്പയും അമ്മയും ലുലുലു കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് തോമു ഒരു എക്സൈറ്റ്മെന്റിൽ എന്നെ ഒന്ന് വാശി പിടിച്ചിട്ടൊന്നുമില്ല. കൊണ്ടുപോകുമെന്ന് കുറേ പ്രാവശ്യം ചോദിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ഒറ്റയ്ക്ക് എന്തായാലും പറ്റില്ല, അപ്പയും കൂടെ വരട്ടെ എന്നിങ്ങനെ ഞാൻ പറഞ്ഞു. പക്ഷെ ഞാനിങ്ങനെ മിനിഞ്ഞാന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടുപോയാലോ എന്നിട്ട്. പക്ഷെ ചാക്കോനെയും തോമുവിനെയും എനിക്ക് ഒറ്റയ്ക്ക് അങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് തിരക്കുകളും ഉണ്ടായിരുന്നല്ലോ. ചാക്കോന്റെ എക്സ്റേയും ഇതൊന്നും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമില്ല. ബട്ട് ഡോൺ ചേട്ടൻ വരുന്നതിന് മുമ്പേ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് അവസാനിപ്പിക്കുക എന്നുള്ള ഇത് മൈൻഡ് സെറ്റിലാണ് ഞാൻ ചെയ്തത് കേട്ടോ. മച്ചാനും കൂടെ കറങ്ങി നടക്കുക. ഇവരുടെ കൂട്ടുകാരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ശക്തമായിട്ട് പ്രതികരിക്കുക കേട്ടോ. ഞങ്ങളും കുറേ നാളുകളായി ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് പോയിട്ട്. അതിൽ ഏറ്റവും കൂടുതൽ കരടിടുന്ന ആള് ഞാനായിരിക്കും, എനിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ. ശരിക്കും അവരോട് പോകുന്നത് നല്ല അടിപൊളിയൊക്കെയാണ്. പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് പറ്റാറില്ല. അവരെല്ലാവരും ജോലിക്കാരാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും എല്ലാവരുടേതായ തിരക്കുകളുണ്ട്. ബട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് പ്ലാൻ ചെയ്യാറുണ്ട് ട്രിപ്പുകളെങ്കിലും. എനിക്കത് അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാറില്ല. ലാസ്റ്റ് മിനിറ്റ് എനിക്ക് എന്തെങ്കിലും പറ്റാറാണ് പതിവ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിയാറാണ് പതിവ്. അങ്ങനെ ദേ മെട്രോയിൽ കയറി കറങ്ങി നടക്കുകയാണ്. നടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഇനിയിപ്പോൾ ഇവിടെ വരുമല്ലോ, വരുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഞാൻ വിചാരിച്ചു വന്നതിന് ശേഷം ഞാനൊരു 2 ദിവസം ട്രിപ്പ് സിംഗിളായിട്ട് അങ്ങോട്ട് പോയാലോ എന്ന് വിചാരിച്ചു. കാരണം എനിക്ക് അറിയില്ല, നമ്മൾ ഇങ്ങനെ ആകെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കൂടുതലും ഫ്രസ്ട്രേറ്റഡ് ആയത് ചാക്കോൻ്റെ പല്ലുവേദന എന്നെ വല്ലാണ്ട് ഫ്രസ്ട്രേറ്റഡ് ആക്കി. കാരണം നമ്മൾ പാച്ചുവിൻ്റെ കണ്ടിട്ടുള്ളതായതുകൊണ്ട് തന്നെ അത് ആ ഒരു ലെവലിലേക്ക് പോവരുത് എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. സിവിയർ ആയിട്ട് വന്ന കുഞ്ഞു കുട്ടിയാണ്. പാച്ചുവിൻ്റെ പ്രായവും അല്ല ഈ പാച്ചുവിൻ്റെ ഈ സമയത്തല്ല നമ്മൾ ചെയ്തിരുന്നത്. ചാക്കോ ചെറുതായതിൻ്റെ കൺസേണും ഡോക്ടറിനും ഉണ്ട്. ബട്ട് നമുക്ക് അങ്ങനെ വിടാൻ പറ്റില്ല. കാരണം അവൻ്റെ 7 വയസ്സാകുമ്പോഴേ ആ പല്ല് പോളി. ഇനിയുണ്ട് 4 വർഷം. അങ്ങനെ നമുക്ക് അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. 3 വയസ്സ് പോലും ആയിട്ടില്ല. അതാണ് ഡോക്ടറുടെ കൺസേൺ. 3 വയസ്സ് പോലും അവനായിട്ടില്ല. അപ്പം നോക്കാം. അടയ്ക്കാൻ പറ്റുന്ന പല്ലുകൾ നമുക്ക് അടയ്ക്കാം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡോൺ ചേട്ടൻ വരാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നാളെ എന്തായാലും നമുക്ക് അപ്പോയിൻമെന്റ് തന്നിട്ടുണ്ട് കേട്ടോ. വഴിതെറ്റിയ കുഞ്ഞാടുകൾ ദേ നടക്കുന്നുണ്ട് ഇങ്ങനെ. ഹാ അങ്ങനെ ദേ ഇവർക്ക് ഈ ബൈക്ക് വിട്ടുള്ളൊരു കളിയില്ലാന്ന് തോന്നുന്നു. റിച്ചു ചേട്ടൻ ചീത്ത വിളിക്കുന്നതാന്ന് തോന്നുന്നു കേട്ടോ. പോണു എല്ലാം കൂടെ വണ്ടിയിൽ. ഈ ചേട്ടനെ നിങ്ങൾ ഉടനീളം കാണാം കേട്ടോ. അപ്പം അവര് മുമ്പേ കണ്ട വണ്ടി അവർ ഫിക്സ് ചെയ്തു. അങ്ങനെ സംസാരിച്ച്. കാരണം അതിന് എന്താണ് എന്തിട്ടാ പറയാ, അതിനൊന്ന് വാഷ് ചെയ്ത് കുട്ടപ്പനാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ദേ ഡോൺ ചേട്ടൻ ഡെലിവറിക്ക് മുമ്പ് ഒന്നും കൂടെ ഓടിച്ച് നോക്കുകയാണ് കേട്ടോ. കാരണം എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, എല്ലാം സെറ്റ് ആയില്ലേ എന്ന് ഓടിച്ച് നോക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൽ എന്തേലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, അപേക്ഷിക്കുക. കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത് 2-3 ദിവസം മുമ്പത്തെ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ലാഗിങ് വരുന്നുണ്ട്. അപ്പം ഇത്രയും കഷ്ടപ്പെട്ട ആ മനുഷ്യനെടുത്തിട്ട് ഞാനത് ഇട്ടില്ലെങ്കിൽ മഹാപാപമായിട്ട് മാറും. അല്ലെങ്കിൽ തന്നെ ശാപം കൊണ്ട് പേർ നടക്കുക ജീവിതം. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ശാപവും കൂടെ എനിക്ക് വേണ്ടാന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ദേ ഹോൺ അടിക്കാണ്ടും ഒക്കെ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് പിന്നെ വണ്ടി ഓടിക്കാൻ അറിയാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. കുറേ പേര് എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ, ഡ്രൈവിംഗ് പഠിക്ക്, ഡിവൈനെ കൊണ്ട് പറ്റും. എനിക്ക് പറ്റും എന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് സമയത്തിൻ്റെ നല്ലൊരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാത്തതും. പിന്നെ ഡ്രൈവിംഗ് പഠിക്കാനൊന്നും ഇപ്പോൾ അത്ര ചെറിയ പൈസയല്ല, നല്ല പൈസയാണ്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ എവിടെയും പോവാനില്ല. ബട്ട് പിള്ളേരുടെ കൊണ്ടുവരുന്ന ഒരു ഇത് വരുമ്പോഴാണ് എനിക്കൊരു ബുദ്ധിമുട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ ദേ ഫൈനൽ സ്റ്റെപ്പിലേക്ക് പോവാണ് കേട്ടോ. ഒപ്പിട്ട് നമ്മുടെ വണ്ടി നമ്മളങ്ങ് സ്വന്തമാക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഫോൺ എൻഡേവർ നമ്മൾ ഇങ്ങ് എടുത്തു കേട്ടോ. നമ്മുടെ സ്വന്തമാണ് ഇനി അത്. എന്ന് വെച്ചിട്ട് അങ്ങനെയല്ല, ബിസിനസ് പർപ്പസിനായിട്ട് എടുത്തു. അപ്പം നിങ്ങളെ ഇതിൻ്റെ പിറകിലെ കഷ്ടപ്പാടുകളും കാണിക്കുക, നിങ്ങൾക്ക് വണ്ടി വേണമെങ്കിൽ അതും എടുക്കുക. അതാണ് നമ്മളുടെ ഉദ്ദേശം കേട്ടോ.
അപ്പൊ ചേട്ടൻ എന്തോ ഹിന്ദിയിൽ പറഞ്ഞു. ഞാൻ അതിന്റെ ഒറിജിനൽ ഓഡിയോ കേട്ടു. എനിക്ക് ഹിന്ദി അറിയാത്തത് ചേട്ടന്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ ഞാൻ അതും തർജിമ ചെയ്യേണ്ടി വന്നേനെ കേട്ടോ. അപ്പം എല്ലാവർക്കും ഡോൺ ചേട്ടനും റിജോ ചേട്ടനും ഒക്കെ നല്ല കച്ചവടം ഉണ്ടാവട്ടെ, നല്ല ബിസിനസ് ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടെങ്കിലേ ഞങ്ങളുടെ കാര്യം നടക്കുള്ളൂ. എന്നാലും എല്ലാം നല്ല രീതിക്ക് നടക്കട്ടെ ട്ടോ. ഒരാൾ മാത്രം ജീവിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ചുറ്റുമുള്ളവരും വളരെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം കേട്ടോ. അപ്പം എല്ലാവിധ വിഷസും എല്ലാവർക്കും അറിയിക്കണം. അപ്പൊ ദേ നമ്മുടെ വണ്ടി ദേ ഇവിടെ സെറ്റപ്പ് ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. റിബണൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊരു എൻഡേവർ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ വേഗം ഡോൺ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. ഓൺ ദ വേ ആണ് നിങ്ങളുടെ അടുത്ത് എത്താനായിട്ട് കേട്ടോ. ഇത് ഏതാ വണ്ടി തോമു? ഫോർച്യൂണർ അല്ലല്ലോ, ശരിക്കും നോക്കിക്കേ. ഫോർഡ് എൻഡേവർ. യേ പിന്നെ പോയേ അപ്പ എവിടേക്കോ പോകുന്നുണ്ട്. അപ്പ എവിടെയാ പോകുന്നതെന്ന് അപ്പയ്ക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ. അപ്പ ഇങ്ങനെ ഫുഡ് അടിച്ച് എക്സ്പ്ലോർ ചെയ്ത് നടക്കുകയാണ് ഡൽഹിയിൽ. ഇത് കണ്ടോ? ഇതിന്റെ പേരെന്താന്ന് അറിയോ? ഇല്ല ഇത് കണ്ടോ, കുറേ സ്വീറ്റ്സ് ഉണ്ട്. അപ്പയുടെ വയറിളകാതിരുന്നാ മതി. എനിക്കത് വേണം ആ അപ്പ വരുമ്പം കൊണ്ടുവരും കേട്ടോ. അപ്പ എന്തൊക്കെയോ റിജോ മോന്റെ കൂടെ കഴിച്ച് നടക്കാണ്. തോമുകുട്ടനും റിജോ ചേട്ടനെ വിളിക്കുന്നത് റിജോ മോൻ എന്നാ അല്ലേ? എങ്ങനെയാ വിളിക്കണേ? റിജോ മോൻ കേക്കണ്ട. എന്താ ചെയ്യല്ലേ? എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. എനിക്ക് കണ്ടിട്ട് എനിക്ക് നല്ല വിശപ്പുണ്ട്. അതിന്റെ കൂടെ ഇത് കൂടെ കണ്ടപ്പം പൂർത്തിയായി. ശരിക്കും നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് ഒക്കെ സൂപ്പറാണ്. ശരിക്കും എക്സ്പ്ലോർ ചെയ്യേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. എന്തെങ്കിലും പറ്റിയാ പോവാം അല്ലേ തോമു? എനിക്ക് സ്വീറ്റ്സ് ആ വേണം സ്വീറ്റ്സ് അപ്പൊ കൊണ്ടുവരും കേട്ടോ. എനിക്ക് സ്വീറ്റ് തോമുവിന് പെട്ടെന്ന് വീഡിയോയിൽ സ്വീറ്റ്സ് കണ്ടപ്പം ഒരു ആഗ്രഹം, സ്വീറ്റ്സ് വേണം. അപ്പൊ അതൊന്ന് ആശ്വസിപ്പിക്കാൻ നിന്നതാണ്. ഇല്ലെങ്കിൽ തലവേദനയാവും. അപ്പൊ നമ്മൾ ഐശ്വര്യമായിട്ട് വണ്ടി എടുത്തിട്ടുണ്ട്. വേറെ 2 വണ്ടികളും ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇനിയിപ്പം അവരുടെ ഡൽഹി വ്ളോഗ്സ് ആയിട്ട് നാളെ ഞാൻ വരാം കേട്ടോ. ഇത് നമ്മുടെ വണ്ടി എടുക്കുന്ന ഒരു ദിവസവും അവരുടെ അതിന്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ കാണിച്ചാണ്. അവരതിന്റെ പുറകിൽ ചെയ്യുന്ന കഷ്ടപ്പാടുകളും അവരനുഭവിക്കുന്ന ടെൻഷനും, നാട് വിട്ടു പോയിട്ട് അന്യഭാഷയാണ്. നമുക്ക് നമ്മൾ മലയാളത്തിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്ന പോലെ ഹിന്ദിയിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക, കാര്യം മനസ്സിലാക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതൊക്കെ ചെയ്യാൻ പറ്റിയതിൽ ഒക്കെ സന്തോഷമുണ്ട്. അപ്പം എല്ലാവിധ സക്സസ്സും ഇവർക്ക് എല്ലാവർക്കും ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അറിയാലോ, ഞാൻ എൻ്റെ ഒരു ഇതിൻ്റെ പുറത്ത് ഇട്ട് തുടങ്ങിയ ഒരു വീഡിയോ ആണ്. സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. ഇത് ഏത് വണ്ടിയാണാവോ എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ദേ അവര് രാത്രി ഇനി വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്കല്ലല്ലോ, അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ. കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.